ഹലോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആണല്ലോ, സാറ്റർഡേ ആണ്. രാവിലെ എണീക്കാൻ അങ്ങ് താമസിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അന്തസ്സായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തു. ഹസ്ബൻഡിനെ രാവിലെ ഓട്സും കൊടുത്തങ്ങ് പറഞ്ഞയച്ചു വിട്ടു. പിന്നെ ഇത് എനിക്ക് എന്ത് വന്നാലും മുടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് റൂമും വീക്കെൻഡിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും, എന്നാലും വീക്കെൻഡിലാണ് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലീനിങ് ഒക്കെ. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കഴുകി മടക്കി എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്തിങ്ങനെ വെക്കണം. കാരണം എനിക്ക് ഡ്രസ്സ് തപ്പുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടണം, ഇല്ലെങ്കിൽ അതൊരു വല്ലാത്ത ഇറിറ്റേഷനാണ്. പിന്നെ എൻ്റെ റൂമായാലും അതെല്ലാം എനിക്കിങ്ങനെ വൃത്തിയായിട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണെങ്കിലും റൂം കുളമായിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പണിയെന്ന് പറയുന്നത് എൻ്റെ ബെഡും റൂമും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഓക്കെ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലമാരിയിൽ കയറ്റാനായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു, കഴുകി മടക്കി ഉണക്കി എടുത്തതാണ്. അതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിപ്പോൾ കാണുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ വീക്കെൻഡ്സിലാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് കയറുവാണ്. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ചോറും ചമ്മന്തി ഒരു മെഴുക്കുവരട്ടിയൊക്കെയാണ്. അപ്പോൾ അത് കാരണം വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾ ഫിഷ് കറിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു നെത്തോലി മീൻ കറിയാണ് വെച്ചത്. പിന്നെ ഞാൻ പച്ചക്ക മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് നമ്മൾ ബസുമതി റൈസിൻ്റെ ചോറാണ് കേട്ടോ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, വെക്കാൻ എളുപ്പമാണ്. പിന്നെ വീക്കെൻഡിൽ ഇതേപോലെ നെത്തോലി ഫ്രൈ ഒക്കെ വെക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഫ്രൈ. ഇന്ന് നെത്തോലിയാണ്. ഇന്ന് നെത്തോലി ഉള്ളോടെ എന്നൊന്നും വിചാരിക്കേണ്ട, നമുക്കതൊക്കെ മതിയടേ, ഒരു വീക്കെൻഡല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നെത്തോലി ഫ്രൈ ഒക്കെ വെച്ചു. ഈ നെത്തോലി ഫ്രൈ കൂടെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് കണ്ടപ്പോൾ ഒരു പുളിശ്ശേരി വെക്കാൻ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ വെച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പാത്രത്തിനകത്ത് ചോറും മീൻകറിയും പുളിശ്ശേരിയും മെഴുക്കുവരട്ടിയും ഒക്കെ എടുത്ത് വെച്ചു. ഇത്രയും എടുത്ത് വെച്ചപ്പോൾ എനിക്കത് കഴിക്കുന്ന റിയാക്ഷനും കൂടി ഒന്ന് കാണിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ അത് കാരണം കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെ, കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അയ്യോ, എന്തൊരു ഡിലേ ആടേ. ഓക്കെ. അയ്യോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചുമ്മാ കാണിക്കുന്നതല്ല, ഞാൻ വെച്ചതായതുകൊണ്ട് പറയല്ല, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഒത്തു. റിയാക്ഷനൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ബൈ.